ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലെങ്കിൽ സ്നാക്സ് ടൈമിലോ ഏത് നേരം ആയിക്കോട്ടെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമി പാസ്തയുടെ റെസിപ്പി ആട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആട്ടോ ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പും അതേപോലെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്, പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ഞാനിവിടെ 2 കപ്പ് പാസ്തയാട്ടോ എടുക്കുന്നത്. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഓവറായിട്ട് കുക്കാവേണ്ട, അതിങ്ങനെ പൊട്ടിപ്പോട്ടോ. ഓവറായിട്ട് കുക്കായി പോയി ആ ഒരു സ്റ്റേജിലേക്ക് എത്തരുത്. കറക്റ്റ് ആ ഒരു കുക്കായി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഊറ്റിയെടുക്കണം. പാസ്തയൊക്കെ കുക്കായി വന്നതിന് ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കേട്ടോ, അത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് മൈദ വേണം. 2 ടേബിൾ സ്പൂൺ മൈദ, നമുക്ക് ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മൈദ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് ചേർക്കുമ്പോൾ അത് നല്ല തിക്കായിട്ട് വരും. മൈദയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രീമി പരുവായിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്ലൈസ്ഡ് ചീസാട്ടോ. 2 സ്ലൈസ്ഡ് ചീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 1 ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ആ ഒരു ചീസിൻ്റെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചീസ് ഇല്ലാതെ ഉണ്ടാക്കും, പക്ഷേ ചീസ് ഉണ്ടാകുമ്പോഴാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തു. നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഞാൻ കുട്ടികളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഒന്നുകൂടെ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇടാം കേട്ടോ. ഇപ്പോൾ ചീസിലൊക്കെ ചെറിയ രീതിയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രൈഡ് ചിക്കൻ ചെറുതായിട്ട് ഇങ്ങനെ പിച്ചെടുത്തിട്ടുള്ള അതും കൂടി ചേർക്കുന്നത്. അതും കൂടെ ഉണ്ടാകുമ്പോഴാട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ക്രീം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള പാസ്തയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം റെഡി. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി ചിക്കൻ പൊരിച്ചെടുക്കുന്ന പണി ഉണ്ടാവും കേട്ടോ. അത് ഓൾറെഡി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ചിക്കൻ കടിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞാൻ അങ്ങനെയായിട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. മുകളിലൂടെ കുറച്ച് ഒറിഗാനോയും അതേപോലെ ചില്ലി ഫ്ലേക്സ് നമ്മൾ പിസക്കൊക്കെ സെർവ് ചെയ്യില്ല, ആ രീതിയിലാട്ടോ സെർവ് ചെയ്യുന്നത്. അടിപൊളിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്